വിചാരിച്ചു ദൈവമേ ഫോണ് ഓടിപ്പിക്കും കൈ വരയ്ക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു ചാൻസോയാർമി. ഞാൻ ജീന. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ സാരി കൊടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഓഷന ഞായറാഴ്ചയാണ്. ഓഷന ഞായറാഴ്ചയ്ക്ക് ഇന്ന് പള്ളിയിൽ പോകുന്ന സമയത്ത് തന്നെ ഇന്നൊരു വലിയൊരു സന്തോഷം കൂടെ എൻ്റെ ജീവിതത്തിൽ വരാൻ പോവാണ്. നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ സാംസങ് S23 അൾട്രയുടെ ഒരു ഓണർ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന്നാണ് വരുന്നത്. ആക്ച്വലി അതിൻ്റെ ഒരു സന്തോഷം എക്സൈറ്റ്മെന്റ് എല്ലാം മനസ്സിൽ ഇങ്ങനെ കൊട്ടി നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയി ഉച്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ആമസോണിലെ ഡെലിവറി ചേട്ടൻ. അതുകൊണ്ട് ഐ എം സ്റ്റിൽ വെയിറ്റിംഗ്. അപ്പോൾ ഇന്നത്തെ ഫുൾ വ്ളോഗ് അതിനെ ബേസ് ചെയ്തിട്ടാണ്. അൺബോക്സിങ്ങും ഉണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നമ്മുടെ ഓഷന ഞായറാഴ്ച നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് ഫുൾ സെറ്റായി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡെലിവറി ബോയുടെ അടുത്ത് നമ്മുടെ ഷൈന് പോയിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. നമുക്ക് ചോദിക്കുന്ന നമ്മുടെ ഫോൺ കിട്ടുകയോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് ഫോൺ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. എൻ്റെ OnePlus ആയിരുന്നു എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചോദിക്കാം അല്ലേ? ചോദിക്കാനൊന്നുമില്ല. ആ ഫോൺ കിട്ടില്ല. ഇതിപ്പോൾ കിട്ടിയത് എന്താ അറിയാം, ഫോണിൻ്റെ കവർ. ഫോൺ മറ്റേ ഗ്ലോ ബോക്സിനകത്തുണ്ട്. അത് ഫോണിന്റെ കേസ് ഇല്ല, മറ്റേ S23. എന്തോ അമ്മ അത്? എന്തോ അമ്മ അത്? എന്തോ അത്? അതെ, കൊടുക്കണം. തുറക്ക് 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 തുറക്ക്. ഞാൻ വിചാരിച്ചു ദൈവമേ ഫോണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ ക്യാമറമാൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്താ നോക്കട്ടെ, വിശ്വസിക്കാൻ പറ്റത്തില്ല ശൈനെ. ഇങ്ങനെയാണോ നിക്കടാ നിക്കടാ നിക്കടാ. അയന നിക്ക. എന്ത് കാണിച്ച ഇത് കവർ കാണിക്ക. ഓ തുറക്കണ്ട തുറക്കണ്ട, വീട്ടിൽ തുറന്നത്. ഞാൻ ഒരു നിമിഷം പേടിച്ചു പോയി കേട്ടോ. അയ്യോ, നമ്മള് എക്സ്ചേഞ്ച് ചെയ്ത ഫോണിന് വീണ്ടും പ്രശ്നമാണോന്ന്. പക്ഷേ നൈസായിട്ട് പറ്റിച്ചില്ലേ. എന്ത് എന്ത് കാണിച്ച കാണിച്ച കാണിച്ച. അങ്ങനെ അമ്മൂന്റെ പുതിയ S23 അൾട്ര നല്ല ഡിഫറെന്റ് ഉണ്ട്. ഒരു ഭയങ്കര വ്യത്യാസമുള്ള അല്ലേ ബാക്കിയുള്ള സാധനങ്ങൾ. OnePlusനെക്കാളും വ്യത്യാസമുണ്ട്. സാധനമുണ്ട്. ഈ ഷൈനെ പറ്റിച്ചമ്മേ എന്നോട് പറഞ്ഞു അത് കിട്ടിയില്ല. എന്റെ ഫോണിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ നേരത്ത് എന്താ ഇത് OTP കറക്റ്റ് ആയിട്ട് വരുന്നില്ല. അതൊന്നും എക്സ്ചേഞ്ച് ആയില്ല. അതിനി നാളെ വരത്തുള്ളൂ. നോക്കണം നോക്കെ. ഞാൻ വിചാരിച്ചത് 1,49,990. ഫോൺ തരാൻ മറന്നുപോയെ. പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കുമ്പോൾ ഈ കവർ. അത് തുറക്കണ്ട അത് തുറക്കണ്ട. അത് അമ്മന് കൊടുത്തേക്ക്. എന്റെ ഫോൺ ഞാൻ കൊള്ളാം കേട്ടോ. ഹെവി ക്യാമറ ഒക്കെ കൊടുക്കടാ, കയ്യിലോട്ട് കൊടുക്കടാ. എനിക്ക് പേടിയാവും. കൈ വരയ്ക്കുന്നുണ്ട്.
ചാർജറില്ല. ചാർജറില്ല. അയ്യോ ശരിയാണല്ലോ, ഇപ്പോഴൊരു ബോധം വരുന്നേ. അപ്പൊ 1500 രൂപയുടെ മുടക്കേണ്ടി വരും. അയ്യോ ഡേറ്റ കേബിൾ ഉണ്ടെന്നാണല്ലോ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഡേറ്റ കേബിൾ എവിടെ? ഡേറ്റ കേബിൾ ഈ ബോക്സിനകത്ത് കാണും, ഇതിനകത്ത് കാണും. ഈ ബോക്സിനകത്ത് കാണും. ഡേറ്റ കേബിളും ഒരു ചെറിയൊരു USB-യുടെ ഇതുണ്ടാവും. അതുണ്ട് ഡേറ്റ കേബിൾ ഉണ്ട്, ബ്രിക്ക് ഇല്ലെന്നേ ഉള്ളൂ. ഇത് കൊള്ളാം കേട്ടോ. നമ്മളെ OnePlus പിടിക്കുന്നതിന്റെ അതുപോലെയല്ല, OnePlus ഭയങ്കര ഹെവി ആയിട്ടാണ് എനിക്ക് പിടിക്കാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നുണ്ടല്ലേ അത് സെറ്റേ. അപ്പോൾ ഇങ്ങനെയുള്ളതായിരുന്നു. ഇത് അങ്ങനല്ല, കുറച്ചും കൂടെ ഒന്ന് ഒതുക്കം വരുന്നുണ്ട്. അല്ല മറ്റേത് ഇതിന് എനിക്കൊന്ന് നീളം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന് ഭയങ്കര നീളമുണ്ട്, പക്ഷെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫീല്. റൗണ്ട് അല്ലായിരുന്നു ഞാൻ യൂസ് ചെയ്തെല്ലാം, റൗണ്ട് ആയിരുന്നേ. ഇതിപ്പം എഡ്ജ്, അതാ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത്. മെയിൻ ഒരു ഹൈലൈറ്റ് എഡ്ജിന്റെ ഈ സംഭവം. അത് ഇത് കവർ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കവർ വേണം ഇടാം. അത് ചൈന നമുക്ക് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഇട്ട് കണ്ടു നോക്കണം, എന്നിട്ട് വേണം ഇട്ട് നോക്കാം. ഓടിപ്പിക്കും. ഓണാക്കിട്ടാ കാണിക്കാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഞാനാണെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ സെറ്റപ്പ് എല്ലാം ഫോണിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിന്ന് കേസ് ഇതാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീഡിയോയുടെ സൈൻ ഓഫ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 2-3 ആഴ്ച നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ ഇതിന് റിവ്യൂ പറയാൻ തക്ക വിധത്തിൽ സെറ്റ് ആവത്തുള്ളൂ. അപ്പം അന്ന് വരെ till then bye.